മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുവെന്നതാണ് മലപ്പുറത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട വിവരം. പക്ഷേ മലപ്പുറത്തെ മഴയുടെ വിവരങ്ങൾ അറിയുന്നതിന് മുൻപ് നമ്മളൊക്കെ അറിയാൻ കാത്തിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. പാണക്കാട്ടെ ആ മണ്ണിടിച്ചിൽ നിങ്ങൾ എല്ലാവരും ഇന്നലെ കണ്ടതാണല്ലോ. ആ മണ്ണിടിച്ചിലിൽ നമ്മുടെ ക്യാമറ പേഴ്സൺ ജയേഷ് വില്ലോടിയും ഞങ്ങൾ ഡ്രൈവർ സാവിത്തും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു വിവരം ഇന്നലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും അറിഞ്ഞതാണല്ലോ. അത്ഭുതകരമായിരുന്നു കേട്ടോ രക്ഷപ്പെടൽ. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നോക്കൂ, അവർ ലൈവ് ചെയ്യുമ്പോൾ ആ കുന്ന് ഒന്നടങ്കം ഇടിഞ്ഞു വീണ് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അതവർ ലൈവ് ചെയ്യുന്ന റോഡിലേക്ക് എത്തുകയായിരുന്നു. ആ മണ്ണിൽ ജയേഷ് വില്ലോടിയും ഞങ്ങളുടെ ഡ്രൈവറും പെട്ടുപോവുകയായിരുന്നു. ഏകദേശം 200 മീറ്ററോളം ആ മണ്ണിൽപ്പെട്ട് ഇരുവരും റോഡിലൂടെ ഒഴുകിപ്പോയി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജയേഷിന്റെ ഏകദേശം തോളൊപ്പം മണ്ണിൽ മൂടിക്കിടക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഒരു പരുക്ക് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് ജയേഷിനെ തിരികെ കിട്ടിയെന്ന് പറയുന്നത്, ഞങ്ങളുടെ ജയേഷേട്ടനെ തിരികെ കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും ആശ്വാസത്തോടെയാണ് ഞങ്ങൾ കേട്ടത്. അതിലേറെ എന്താ പറയുക, ചിലരൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പലരും ഇവിടെ ഇങ്ങനെ ഒരു അപകട ഭീഷണിയുണ്ട് എന്നറിയുന്നത് പോലും. അപ്പോൾ നാട്ടിലുള്ള മനുഷ്യർക്ക് കൂടി വേണ്ടിയാണ് ഈ പറയുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ മാധ്യമപ്രവർത്തകർ എത്തുന്നത്. എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിമർശിക്കാതിരിക്കുക എന്നതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതാ സ്വാലിഹുണ്ട്. അത്ഭുതകരമായിട്ടാണ് സ്വാലിഹ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സ്വാലി, ഗുഡ് മോർണിംഗ്. സാലി, മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുൻപ് ജയേഷേട്ടൻ എങ്ങനെയുണ്ട് ആദ്യം? മനു, ഗുഡ് മോർണിംഗ്. ജയേഷിനെ ഇന്നലെ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അവന് മരുന്ന് വാങ്ങി നൽകി വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ കയ്യിന്റെ മുട്ടില് അത്യാവശ്യം വലിയൊരു മുറിവ് തന്നെ കയ്യിന്റെ മുട്ടിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വേദനയൊക്കെ ഉണ്ട് എന്നതല്ലാതെ കാര്യമായി പരിക്കുകളൊന്നുമില്ല. വലിയ ഭാഗ്യത്തിനാണ് ഇന്നലെ വലിയൊരു ദുരന്തം തന്നെ ഒഴിവാവുന്നത്. ഇത് ഈ റോഡായതുകൊണ്ട് തന്നെ റോഡിൽ നിൽക്കുന്നത് സുരക്ഷിതമാണ് എന്നൊരു തോന്നൽ പൊതുവിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇന്നലെ അവിടെ പോയി ഒരു മണ്ണിടിച്ചിലിന്റെ തൊട്ട് മുൻപിൽ പോയി നിൽക്കുന്ന സാഹചര്യം. അത് നമ്മൾ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും എല്ലാം അവിടെ തന്നെയാണ് നിന്നിരുന്നത്. അവിടേക്കാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു വലിയ മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായും അതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. മാത്രമല്ല, തൊട്ടടുത്ത് പുഴ, ഈ മണ്ണെല്ലാം ഒഴുകിപ്പോകുന്നത് പുഴയിലേക്കാണ്. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ രക്ഷപ്പെട്ടിട്ടുള്ളത്. മനു, ഈ കൈക്കൊരു മുറിവ് മാത്രമുള്ളല്ലോ അല്ലെ? മറ്റു പ്രധാന ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല? രണ്ടു പേർക്കും ഇവർ ഇന്നലെ ആ ഒഴുക്കിൽ വീണ് പോയവർ, മനോരമയുടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അതോടൊപ്പം നമ്മുടെ ക്യാമറാമാനും ഡ്രൈവറും, ഇങ്ങനെ ഇവര് 3 പേരാണ്. 3 പേർക്കും ചെറിയ മുറിവുകളാണുള്ളത്. അതൊക്കെ കയ്യിൽ മാത്രമാണ്. ഒരാളുടെ കാൽമുട്ടിലും ചെറിയൊരു മുറിവുണ്ട്. അത്രേ ഉള്ളൂ. വലിയ പരിക്ക് എന്ന് പറയാവുന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഈ റോട്ടിൽ നിന്നിരുന്നത് കൊണ്ട് ഈ ഒഴുക്കിൽ ഇങ്ങനെ അവരിങ്ങനെ ഒഴുകി നീങ്ങി വരികയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈയൊക്കെ റോട്ടിലും അതുപോലെ കല്ലിലും ഒക്കെ ഉരച്ചുള്ള ചെറിയ മുറിവുകളാണ്. വലിയൊരു അപകടം അതല്ലെങ്കിൽ കല്ലുകളോ മരങ്ങളോ ഒന്നും ശരീരത്തിലേക്ക് വീഴാതിരുന്നത് കൊണ്ടും കൂടിയാണ് ഇത്തരത്തിൽ ഇവരെല്ലാവരും അത്ഭുതകരമായിട്ട് ഇന്നലെ രക്ഷപ്പെട്ടത്. സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയും ആ വലിയ വല്ലാതെ ഭയന്നു പോയി കേട്ടോ സ്വാലി. നമ്മൾ വല്ലാതെ ഭയന്നു പോയി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഒരു മണ്ണിടിച്ചിൽ എന്നും പറഞ്ഞ് നമുക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. ഒരു കുന്നപ്പാടെ ഇങ്ങ് ഇടിഞ്ഞു വരികയായിരുന്നല്ലോ. അതിൽ തെങ്ങും എന്തൊക്കെയോ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു താനും. വലിയൊരു തെങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുന്ന് ഇടിഞ്ഞു വീഴുന്നു എന്ന് വേണം പറയാൻ. മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞ് നമുക്കതിനെ ചുരുക്കാൻ കഴിയില്ല സ്വാലി. ഏതായാലും ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, അത്ഭുതമെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ജയേഷിനെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ഇന്ന് എന്തായാലും വിളിച്ച് സംസാരിച്ചോളാം. നിങ്ങളൊക്കെ സുഖമായി തിരിച്ചു വന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ എന്നോട് ആ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർമ്മപഥത്തിൽ ആർജവത്തോടെ ജോലി ചെയ്ത നിങ്ങളോട് എല്ലാവരോടുമുള്ള ഒരു സ്നേഹവും അഭിവാദ്യവും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് സ്വാലി. അപ്പോൾ ഒരു കാര്യം സ്വാലി, ഒറ്റ കാര്യം ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കാനുള്ളത്. സ്വാലി, ഇത് അനധികൃതമായ മണ്ണിടിച്ചിലാണോ? ഇതിന് അനുമതി ഇല്ലായിരുന്നോ? ജിയോളജി വകുപ്പിന്റെ അനുമതി ഇല്ലായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്? ഇന്നലെ ഈ സംഭവത്തിന് ശേഷം സ്വാഭാവികമായും ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഈ നഗരസഭാ അധികൃതർ തന്നെ പറയുന്നത് ഇതിന് ജൂൺ മാസം വരെയാണ് അവിടെ മണ്ണെടുക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷവും നഗരസഭാ അധികൃതർ തന്നെ, നഗരസഭ
ചെയർപേഴ്സൺ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ കുത്തനെയുള്ള ഒരു കുന്നിന്റെ സൈഡിൽ നിന്ന് റോഡിനോട് ചേർന്നൊരു ഭാഗം വ്യവസായ സംരംഭത്തിന് വേണ്ടി, ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി മണ്ണ് മാറ്റിയിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇത്തരത്തിൽ നിയമവിരുദ്ധമായാണ്. ഈ മണ്ണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തെ മുഴുവൻ മണ്ണ് മാറ്റിയാലല്ലേ അവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റുകയുള്ളൂ? തീർച്ചയായും ആ മണ്ണ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. വീണ്ടും ഇടിഞ്ഞു വീണതാണ്. ആ മാറ്റിയ ഭാഗത്തേക്ക് മണ്ണ് രാവിലെ പൂർണ്ണമായി മാറ്റി റോഡിനൊപ്പം മണ്ണ് മാറ്റിയിട്ടിരുന്നു അവിടെ നിന്ന്. അവിടേക്ക് മുകളിൽ നിന്ന് കുന്ന് ഇടിഞ്ഞ് രാവിലെ 7:30 ഉണ്ടായ ഈ മണ്ണിടിച്ചിൽ തന്നെ ഏതാണ്ട് അവിടെ പൂർണ്ണമായി പുതിയ മണ്ണ് മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. അതിന് മുകളിലേക്കാണ് പിന്നീട് ഈ 9:50 വീണ്ടും ഈ അപകടം ഉണ്ടാവുന്നത്. അതാണ് റോഡിലേക്ക്. അല്ല, അപ്പൊ എന്റെ സംശയം സ്വാലി, നോക്കൂ, മണ്ണ് പൂർണ്ണമായി മാറ്റിയെന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വീണ്ടും കുന്നിടിഞ്ഞ് വീഴുകയാണ്. ഇത്ര അപകടം പിടിച്ചൊരു സ്ഥലത്ത് ഈ ബിൽഡിംഗ് പണിയാൻ എങ്ങനെ പെർമിഷൻ കൊടുക്കുന്നു നഗരസഭ? വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആ സ്ഥലം ഒക്കെ, ആ സ്ഥലത്തിന്റെ മുൻപുണ്ടായിരുന്ന കൈവശം വെച്ചിരുന്ന ആളുകളെയൊക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് എടായിപ്പാലം എന്ന് പറയുന്നത്. പാണക്കാട് എടായിപ്പാലം. ഈ സ്ഥലത്തിന്റെ ഒരതിർത്തി അദ്ദേഹത്തിന്റെ വീടാണ്. നിരന്തരം അദ്ദേഹം അതിന്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ്. ഈ മണ്ണെടുപ്പ് കൊണ്ട് മാത്രം അതിന്റെ മറുവശത്ത് നമ്മൾ ഈ കാണുന്ന കുന്നിന്റെ ഒരു ഭാഗത്തുള്ള 25ഓളം വീടുകളിൽ ഇന്നലെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വീട്ടുകാരെല്ലാം ഈ മണ്ണെടുപ്പിനെയാണ് ഇന്നലെ ശപിച്ചിരുന്നത്, അവര് കുറ്റം പറഞ്ഞിരുന്നത്. അവർ ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവരെല്ലാം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവിടെ മണ്ണിടിയാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. കാരണം വലിയ മഴ പെയ്താൽ രാത്രിയൊക്കെ ഇന്നലെ ജിയോളജി വകുപ്പും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധീനതയിലുള്ള വകുപ്പാണ് കേട്ടോ. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരസഭ അല്ലെങ്കിൽ ഈ പാണക്കാട് ഊരകം പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിനൊക്കെ വലിയ സ്വാധീനമുള്ള, അത് LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമായും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു അനധികൃത നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. അവിടെ ഒരു ബിസിനസ് സംവിധാനം, അതോടൊപ്പം തന്നെ ഒരു ഹോട്ടൽ ഉൾപ്പെടെയുള്ള സംവിധാനം, അതിന് തൊട്ടടുത്തായി ഒരു പെട്രോൾ പമ്പ്, ഇതിനൊക്കെയാണ് ഇങ്ങനെ മണ്ണ് ഒഴിവാക്കി ഒരു കുന്നിന്റെ, ഒരു മലയുടെ സൈഡ് ഒന്നാകെ മാറ്റി അവിടെയുള്ള പാറ പൊട്ടിച്ചു നീക്കിയാണ് മണ്ണ് മാറ്റിയിരിക്കുന്നത്. പാറകൾ പോലും പൊട്ടിച്ചു നീക്കിയാണ് മണ്ണ് മാറ്റിയത്. സ്വാഭാവികമായും ആ പാറ പൊട്ടിച്ചതൊക്കെ ഉണ്ടായ കാരണമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലിന് ഇടയാക്കിയത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ, വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. ആ നാട്ടുകാർ വരെ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കും, അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ നഗരസഭാ അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും ആ നടപടി, അതല്ലെങ്കിൽ എന്താണ് നഗരസഭയുടെയോ അല്ലെങ്കിൽ അധികൃതരുടെയോ ഒക്കെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മനു.